ബഹുമാന്യരും സ്നേഹമുള്ളവരുമായ സഹോദരന്മാർ, പ്രിയമുള്ളവരെ, അല്പസമയം മാത്രം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് തിരുവഴുത്തിലെ ചില വേദഭാഗങ്ങൾ മാത്രം നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ അല്പസമയത്തേക്ക് മാത്രം ക്ഷണിക്കുക. തിരുവഴുത്തുകളിൽ യേശു പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെടണം എന്ന്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാണ്. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുമെന്ന് വിശുദ്ധ ബൈബിൾ ഈ ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ്. സമാധാനമുള്ളവരായിത്തീരുക, നിത്യമായ സമാധാനത്തെ ആഗ്രഹിക്കുക, ആ സമാധാനം അനുഭവിക്കുവാൻ ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. യേശു പറഞ്ഞത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുക, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന്. ആയതിനാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വലിയ പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കും. ആ പ്രതികൂലങ്ങളെയൊക്കെയും അതിജീവിക്കുവാൻ നമ്മൾ വളരെയേറെ കഷ്ടതകൾ സഹിക്കേണ്ടി വരും. എന്നാൽ ചിലപ്പോൾ മാത്രമാണ് നമ്മൾ പ്രതികൂലങ്ങളെ ജയിക്കുവാൻ കഴിയാൻ. എന്നാൽ മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രതികൂലങ്ങളെയൊക്കെയും അതിജീവിക്കുവാൻ തക്ക ദൈവശക്തി നമുക്ക് ലഭിക്കുവാൻ ഈ ജീവിതത്തിൽ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. അത് യേശുക്രിസ്തുവിൽ കൂടിയുള്ള വിശ്വാസം തന്നെയാണ്. ആ വിശ്വാസം നമ്മെ നിലനിർത്തും. നമ്മെ പല സാഹചര്യങ്ങളിലും ഉറപ്പിച്ചു നിർത്തുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. നാം പലപ്പോഴും ആരും സഹായിക്കുവാനില്ല എന്ന് ഓർത്തുകൊണ്ട് അപ്രകാരം ചിന്തിച്ച നാം നിസ്സഹായരായി നിൽക്കുന്ന അവസ്ഥകൾ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ധാരാളമാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ നിങ്ങളെ സഹായിക്കാം, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം വേദനകൾ നിങ്ങൾ അനുഭവിക്കുന്നു, നിങ്ങളെ ആരും സഹായിക്കുവാനില്ല, ഒരു പ്രത്യാശയുമില്ലാത്ത ജീവിതം നയിക്കുമ്പോൾ നാം കർത്താവിൽ ആശ്രയിക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, തീർച്ചയായും നമ്മളുടെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹമായി തീരും. നാം പരാജയപ്പെട്ട് പോകുന്നത് കാണുവാൻ പലരും ആഗ്രഹിക്കുന്ന ചില സമയങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അവിടെ നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മെ സഹായിക്കുവാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ആ ദൈവം നമ്മെ എല്ലാ ദുർഘടങ്ങളിൽ നിന്നും വിടുവിക്കുകയും നമുക്ക് സമാധാനവും സന്തോഷവും നൽകുകയും ചെയ്യും. നല്ല പ്രത്യാശയുള്ള ഒരു ജീവിതം നയിക്കുവാൻ, പ്രിയമുള്ളവരെ, നമുക്കും യേശുക്രിസ്തു മുഖാന്തരം കഴിയുമെന്ന് മനസ്സിലാക്കുക. ക്രിസ്തീയ ജീവിതം വിശ്വാസ ജീവിതമാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ ഇപ്രകാരമാണ് പറഞ്ഞത്,
കാഴ്ചയാലല്ല, വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. വിജയകരമായ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ് വിശ്വാസം. അപ്പോൾ കാഴ്ചയാലല്ല, വിശ്വാസത്താൽ നാം നടക്കുന്നു, നാം ജീവിക്കുന്നുവെങ്കിൽ തീർച്ചയായും നാം ഒരു സ്ഥലത്തും ഇടറി വീഴുന്നവരാകുകയില്ല, പ്രത്യാശയില്ലാത്തവരായി തീരുകയില്ല, സമാധാനമില്ലാത്തവരുമായി തീരുകയില്ല. നമുക്കാശ്വാസം ദൈവം നൽകും. ദൈവത്തിൻ്റെ കയ്യിൽ നമുക്കാവശ്യമായതെല്ലാം തന്ന് നമ്മെ സഹായിക്കുവാനും നമ്മെ അനുഗ്രഹിക്കുവാനും നമ്മെ മുൻപോട്ട് നയിക്കുവാനുമുള്ള എല്ലാ ശക്തിയും ദൈവം നമുക്ക് നൽകുമെന്ന് മനസ്സിലാക്കേണ്ടത്. വിജയകരമായ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ് വിശ്വാസം. 1 യോഹന്നാൻ എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിക്കുന്ന ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നവൻ അല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? കാരണം എൻ്റെ ജീവിതത്തിലെ അനുഭവം ഇവിടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. ജീവിതത്തിൽ അനേക സ്ഥലങ്ങളിൽ പരാജയപ്പെട്ടു പോയി. എന്ത് ചെയ്യണമെന്നോർത്ത് പകച്ചു നിന്നിട്ടുണ്ട്. ആരും സഹായിക്കുവാനില്ലാത്ത അവസ്ഥ കുടുംബജീവിതത്തിൽ ധാരാളമായി കടന്നു വന്നു. കഷ്ടതകളും പ്രാരബ്ധങ്ങളും മനുഷ്യൻ്റെയൊക്കെയും ജീവിതത്തിൽ കടന്നു വരുന്നതാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ആ അവസ്ഥയിൽ കൂടി എൻ്റെ ജീവിതം കടന്നുപോയപ്പോൾ ഞാൻ ആശ്രയിച്ചത്, ഞാൻ പ്രസംഗിക്കുന്നതായ യേശുക്രിസ്തുവിലാണ്. അതിന് കാരണം അനേക ദൈവദാസന്മാർ, അനേക സുവിശേഷകന്മാർ എൻ്റെ തകർച്ചയുടെ ഘട്ടത്തിൽ അവർക്കെന്നെ സഹായിക്കുവാനും നിലനിർത്തുവാനും ഒരു പരിധിവരെ കഴിഞ്ഞു. കാരണം അവരുടെ വാക്കുകൾ വളരെ സ്നേഹത്തോടെയായിരുന്നു. അവരുടെ പ്രാർത്ഥന വിലപ്പെട്ടതായിരുന്നു. അവരുടെ ഉപദേശം എന്നെ ഒരു പുതിയ വ്യക്തിയാക്കി തീർക്കുവാൻ തക്കവണ്ണം രക്ഷകനായ യേശുവിലേക്ക് അടുപ്പിക്കുവാൻ ഇടയായി തീർന്നു. അനേകരുണ്ട്, അനേക ദൈവദാസന്മാർ, അനേക സുവിശേഷകന്മാർ. അവരെയൊക്കെയും ഞാനിപ്പോൾ ഓർക്കുന്നു. കാരണം ഒരിക്കലും ലഭിക്കുകയില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നുള്ള അവസ്ഥയിൽ ജീവിതം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ അവിടെയൊക്കെയും സഹായിക്കുവാൻ, ദൈവത്തെ അറിയുവാനും ദൈവത്തിൽ വിശ്വസിക്കുവാനും ആ ദൈവം എന്നെ സഹായിക്കും എന്നുള്ള വിശ്വാസത്തോടെ തന്നെ എനിക്ക് മുൻപോട്ട് പോകുവാനും കഴിഞ്ഞപ്പോൾ അതിൻ്റെ കുടുംബജീവിതത്തിൽ ഏറ്റവും വലിയ സമാധാനവും വലിയ സന്തോഷവും എനിക്ക് ലഭിക്കുവാൻ ഇടയായിരിക്കും. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പരാജയം നമ്മെ തേടിയെത്തുമ്പോൾ നമ്മെ രക്ഷിക്കുവാനും അവരുടെ ദൈവം ഇറങ്ങി വരും. അത്തരം അനുഭവങ്ങളിൽ കൂടിയാണ് ഞാനിന്ന് ഇവിടെ നിന്നുകൊണ്ട് യേശുവിനെ പ്രസംഗിക്കുന്നത് എന്ന് വളരെ സന്തോഷത്തോടു കൂടി പറയുക. ഇവിടെ 1 യോഹന്നാൻ 5:4-5 പറയുകയാണ്: ദൈവത്തിൽ നിന്ന് ജനിച്ചവനൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ഈ ലോകം എപ്പോഴും നമ്മെ കീഴടക്കുവാൻ, എപ്പോഴും നമ്മെ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകമൊരിക്കലും നമ്മെ സഹായിക്കുകയോ നമ്മുടെ ജീവിതം നന്നായി നയിക്കുവാൻ അനുവദിക്കുകയോ ചെയ്യുകയില്ല. കാരണം ലോകത്തിൻ്റെ പിടിയിൽ നിന്ന് നമുക്ക് സ്വയമായി മുക്തി നേടുവാൻ കഴിയുകയില്ല, പ്രിയമുള്ളവരെ. എന്നാൽ ദൈവം നമ്മളിൽ വസിക്കുകയും നാം ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മെ ലോകത്തെ ജയിക്കുവാൻ സഹായിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ലോകത്തെ ജയിക്കുന്ന ജയമോ അത് നമ്മുടെ വിശ്വാസം തന്നെ
യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവൻ അല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ തകർച്ചകൾ മാത്രം കൊണ്ട് അവൻ്റെ സമാധാന ജീവിതം, അവൻ്റെ കുടുംബജീവിതമെല്ലാം നശിപ്പിക്കുന്നതാണ് ഈ ലോകം. അത് നമുക്കറിയാം. നാം പത്രങ്ങളും മറ്റ് മീഡിയകളൊക്കെ വായിക്കുകയും കാണുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഈ ലോകം എപ്രകാരമുള്ളതാണ് എന്ന്. ആ ലോകത്തെ ജയിക്കുവാൻ ഒരു മനുഷ്യനും അത്ര എളുപ്പം കഴിയുകയില്ല. എന്നാൽ ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ, ദൈവത്തിൽ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, തീർച്ചയായും ആ വിശ്വാസം നമ്മെ ഈ ലോകത്തെ ജയിക്കുവാൻ ഏറ്റവും പര്യാപ്തമായി തീരുന്നതാണ് എന്ന് ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്. വിശ്വാസത്താലുള്ള വിശുദ്ധീകരണം. മനുഷ്യനൊക്കെ വിശുദ്ധനായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും കഴിയുകയില്ല. കാരണം ഒരു ദിവസം 12 മണിക്കൂർ പകലും 12 മണിക്കൂർ രാത്രിയും ഈ പകലിൻ്റെ വെളിച്ചത്തിൽ നാം എപ്പോഴൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന്, യാഥാർത്ഥ്യത്തിൽ നിന്ന് മാറിപ്പോകുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുകയില്ല. കാരണം ലോകം അത്രയും മോശമാണ്. അതാണ് ഇവിടെ പറയുന്നത്. വിശ്വാസത്താൽ വിശുദ്ധീകരണം മനുഷ്യന് ലഭിക്കണം. യേശുക്രിസ്തുവിനുള്ള വിശ്വാസം നമ്മളെ വിശുദ്ധരാക്കും. വിശുദ്ധ ജീവിതം നയിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. കാരണം പാപത്തിൻ്റെ പൈശാചികമായ ബന്ധനത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുവാൻ ഒരു മനുഷ്യനും കഴിയുകയില്ല. ആ വലിയ വിപത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുവാനും ഈ ലോകത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കുവാനുമാണ് യേശു കർത്താവ് കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടതും മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയതും ഞാൻ വീണ്ടും വരും എന്ന് ഈ ലോകത്തെ അറിയിച്ചു. കാരണം യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ചവരും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവരും ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൽ അവരോട് ചേരുമെന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസത്താലുള്ള വിശുദ്ധീകരണത്തെപ്പറ്റി ഇവിടെ അപ്പോസ്തലനായ പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തെങ്കിലേക്കും തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വിശുദ്ധരായി ജീവിക്കണമെങ്കിൽ തീർച്ചയായും പ്രിയമുള്ളവരെ ദൈവത്തിലുള്ള വിശ്വാസം നമ്മളെ നിയന്ത്രിക്കണം. ദൈവം നമ്മളെ കാണിക്കുന്ന വഴികളിൽ കൂടി നാം യാത്ര ചെയ്യണം. ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ദൈവത്തെ ഭയപ്പെടണം. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നാം ഒരു വിശുദ്ധനായി തീരുന്നതും വിശുദ്ധ ജീവിതം നമുക്ക് ദൈവം മുഖാന്തരം നയിക്കുവാൻ കഴിയുന്നതെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ജീവിതം നമുക്ക് വളരെ സന്തോഷം നൽകുന്നത്, മറ്റുള്ളവർക്കും ആ സന്തോഷം അനുഭവിക്കുവാൻ കഴിയും. യേശുക്രിസ്തു എന്ന യാഥാർത്ഥ്യത്തെ മറ്റുള്ളവർ തിരിച്ചറിയുവാനും നമ്മുടെ ജീവിതം വളരെയേറെ സാക്ഷ്യമാകുന്നതും അപ്രകാരമാണ്. ഇന്നലെ വരെ ഏറ്റവും മോശമായ രീതിയിൽ ജീവിച്ചിരുന്ന ആ അവസ്ഥയിൽ നിന്ന് ഒരു നല്ല വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ, ഒരു പുതിയ മനുഷ്യനായി മാറിക്കാണുമ്പോൾ സമൂഹം നമ്മെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. അപ്പോഴാണ് കർത്താവായ യേശുക്രിസ്തു നമ്മളിൽ ജീവിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം മറ്റുള്ളവർക്കും തിരിച്ചറിയുവാൻ കഴിയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതാണ് ഇവിടെ സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കും. നമ്മുടെ ജീവിതം പഠിച്ചു നോക്കുമ്പോൾ സ്വസ്ഥതയും സമാധാനവും ഇല്ല. അതനുഭവിക്കുവാനുള്ള യാതൊരു വഴിയും നമ്മുടെ കൺമുൻപിൽ തുറന്നു കാണുന്നില്ല. അങ്ങനെ ഒന്ന് ആലോചിക്കുവാൻ പോലും കഴിയുന്നില്ല. അതാണ് ജീവിതത്തിൻ്റെ അവസ്ഥ. എന്നാൽ ഇവിടെ പറയുകയാണ്,
മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്നാണ്. അപ്പോൾ ദൈവം ആശ്വസിപ്പിക്കുന്നത് പോലെ മറ്റാർക്കും നമ്മളെ ആശ്വസിപ്പിക്കുവാൻ കഴിയുകയില്ല. ദൈവം സമാധാനിപ്പിക്കുന്നത് പോലെ മറ്റാർക്കും നമ്മളെ സമാധാനിപ്പിക്കുവാൻ കഴിയുകയില്ല. ദൈവം തരുന്നത് പോലെ മറ്റാർക്കും നമുക്ക് തന്ന് നമ്മളെ സഹായിക്കുവാൻ കഴിയുകയില്ല. നമ്മളെ തൃപ്തരാക്കുവാൻ മറ്റാർക്കും കഴിയുകയില്ല. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവ് പറയുകയാണ്, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന്. അതൊരു ശാശ്വതമായ വാക്കാണ്, അത് മാറ്റമില്ലാത്ത വാക്കാണ്, അത് മനുഷ്യൻ്റെ വാക്കല്ല, അത് ദൈവം മനുഷ്യനോട് പറയുന്ന വാക്കാണ്. ദൈവത്തിൻ്റെ വാക്ക് മനുഷ്യൻ വിശ്വസിക്കുമ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ അവൻ ഇതുവരെ ചുമന്ന ഭാരങ്ങളും അവനൊരു പ്രത്യാശയില്ലാത്ത ജീവിതം നയിച്ചതും അവൻ കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതും അവൻ തളർന്നു വീഴുന്നതുമായ അവസ്ഥയിൽ യേശു കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ആശ്വാസം നമുക്ക് വലിയ അനുഗ്രഹവും നമുക്ക് സമാധാനവും നൽകും. അതാണ് യേശുവിൻ്റെ സ്നേഹം. യേശു നമ്മെ സ്നേഹിക്കുന്നത് പോലെ ഈ ലോകത്ത് മറ്റാർക്കും നമ്മെ സ്നേഹിക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ സ്വന്തമാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും ആരാണെങ്കിലും കുറച്ചു സമയം ചിലപ്പോൾ നമ്മോട് കൂടെ നമ്മുടെ വേദനകളിൽ അവർ യാത്ര ചെയ്തെന്നിരിക്കും. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ അവരൊക്കെയും നമ്മെ ഉപേക്ഷിച്ച് മാറിപ്പോകും. അതല്ല ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ ഒരിക്കലും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ആ യേശുക്രിസ്തു നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമം പഠിക്കുമ്പോൾ യെശയ്യാ പ്രവചനം 26-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം, സ്ഥിരമാനുഷൻ നിന്നിൽ ആശ്രയം വച്ചിരിക്കുന്നതുകൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു എന്ന്. സ്ഥിരമാനുഷൻ എന്ന് പറയുമ്പോൾ ദൈവത്തിൽ എപ്പോഴും വിശ്വസിക്കുന്ന, ഏത് സമയത്തും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനാണ് സ്ഥിരമാനുഷനെന്ന് ഇവിടെ കാണുവാൻ കഴിയുന്നത്. സ്ഥിരമാനുഷൻ നിന്നിൽ ആശ്രയം വച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു എന്ന്. അപ്രകാരം സ്ഥിരമായി ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ എപ്പോഴും ദൈവം കാത്തുകൊണ്ടിരിക്കുക. അവൻ്റെ ജീവിതത്തിൽ അവൻ നേരിടുന്നതായ ഏത് കാര്യങ്ങളാണെങ്കിലും, എത്ര പ്രയാസമുള്ള വിഷയമാണെങ്കിലും ദൈവത്തിന് അത് ഒന്നും ഒരു വലിയ കാര്യമല്ല. കർത്താവ് നമ്മളെ അതിൽ നിന്നൊക്കെയും വിടുവിക്കുക മാത്രമല്ല, യേശുവിൻ്റെ സമാധാനവും സന്തോഷവും സ്നേഹവും എന്നും എപ്പോഴും നമ്മളോട് കൂടെ ഇരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ തിരുവചനം കേട്ട സകല മനുഷ്യരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമാധാനവും സന്തോഷവും സ്നേഹവും നിങ്ങളുടെ ഹൃദയങ്ങളിലും ഭവനത്തിലും വലിയ അനുഗ്രഹം ആയിത്തീരും.